പാരീസിലെ ലൂവർ മ്യൂസിയത്തിൽ നിന്ന് അമൂല്യമായ ആഭരണങ്ങൾ കവർന്നവർക്കായി തിരച്ചിൽ തുടരുന്നു. വെറും 7 മിനിറ്റ് കൊണ്ടാണ് മോഷ്ടാക്കൾ കൃത്യം നടത്തി രക്ഷപ്പെട്ടതെന്ന് പോലീസ് പറയുന്നു. 9 വസ്തുക്കൾ മോഷ്ടിക്കാൻ ഉദ്ദേശിച്ച സംഘം 8 എണ്ണം കൈക്കലാക്കി. സംഘത്തിലെ 4 പേരും ബൈക്കുകളിലാണ് രക്ഷപ്പെട്ടതെന്നും സുരക്ഷാ സേനയ്ക്ക് നാണക്കേടായിട്ടുണ്ട്. അജയ്, ഈ ലൂവർ മ്യൂസിയം അത് മോഷ്ടാക്കളുടെ ഒരു പ്രിയപ്പെട്ട ഇടമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്കറിയാം, ഈ 1911 ഈ മൊണാലിസയുടെയൊക്കെ ചിത്രം മോഷ്ടിച്ചതും ഇതേ മ്യൂസിയത്തിൽ നിന്ന് തന്നെയായിരുന്നു. അപ്പോൾ ഇത് വീണ്ടും ആവർത്തിക്കുന്നു. ഇത്ര വലിയൊരു സുരക്ഷകൾക്കിടയിൽ കൂടി എങ്ങനെയാണ് ഇത് സാധിക്കുന്നത് ഈ മോഷ്ടാക്കൾക്ക്? ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ സുരക്ഷയുള്ള മ്യൂസിയം മാത്രമല്ല, ഒരു വർഷം ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന മ്യൂസിയം എന്നുള്ള രീതിയിൽ കൂടി ഖ്യാതി കേട്ട ഒന്നാണ് ഈ ലൂവർ മ്യൂസിയം എന്ന് പറയുന്നത്. ഈ പാരീസിൽ സ്ഥിതി ചെയ്യുന്ന ഈ മ്യൂസിയത്തിൽ അത് ഒരു വർഷം ഏതാണ്ട് 40 മില്യണോളം ആളുകൾ വരെ എത്താറുണ്ട് എന്നാണ് കണക്കാക്കുന്നത്, ഏകദേശ കണക്ക് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ആ മ്യൂസിയം തന്നെ വീണ്ടും വാർത്തകളിൽ നിറയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും വെറും 7 മിനിറ്റ് കൊണ്ടാണ് മോഷ്ടാക്കൾ ഈ കൃത്യം നിർവഹിച്ചത്. രാവിലെ 9:30 ഈ മ്യൂസിയം സന്ദർശകർക്കായിട്ട് തുറന്നു കൊടുക്കുന്ന വേളയിൽ അവിടെ എത്തിയ മോഷ്ടാക്കൾ ഒരു ട്രക്കിൽ അവിടെ എത്തി ആ ട്രക്ക് വഴി ഒരു ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഈ കെട്ടിടത്തിൻ്റെ മുകളിലത്തെ നിലയിലുള്ള ജനൽ പൊളിച്ച് അകത്തേക്ക് കയറുകയായിരുന്നു. അകത്തേക്ക് കയറിയതിന് ശേഷം വെറും 4 മിനിറ്റ് കൊണ്ട് ഇവർ ഉദ്ദേശിച്ച സാധനങ്ങളെല്ലാം എടുത്ത് അവിടെ നിന്ന് ബൈക്കുകളിൽ രക്ഷപ്പെടുകയായിരുന്നു. 4 മോഷ്ടാക്കൾ ഉണ്ടെന്നാണ് വിവരം ലഭിച്ചിട്ടുള്ളത്. ഇവർ 4 പേരും മുഖംമൂടി അണിഞ്ഞിരുന്നു. അതുകൊണ്ട് CCTV ക്യാമറകളിൽ നിന്ന് ഇവരുടെ ഐഡന്റിറ്റി വ്യക്തമായിട്ടില്ല. എന്നാൽ ഇവർ ധരിച്ചിരുന്ന ഒരു റിഫ്ലക്ടർ രീതിയിലുള്ള ഒരു മഞ്ഞ വസ്ത്രം അതിലൊന്ന് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് വെച്ചിട്ട് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. അതുപോലെ തന്നെ മോഷ്ടാക്കൾ അവർ അവിടെ എത്തിയ ക്രെയിനിന് തീ വയ്ക്കാനായിട്ട് ഉള്ള ശ്രമം നടത്തിയിരുന്നു. എന്നാൽ ഈ ശ്രമം പരാജയപ്പെടുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഇവർ മൊത്തം 9 സാധനങ്ങൾ മോഷ്ടിക്കാനാണ് അവിടെ എത്തിയത്. ഇതിൽ 8 എണ്ണവും ഇവർ കൈക്കലാക്കിയിട്ടുണ്ട്. അതിനുശേഷമാണ് അവിടെ നിന്ന് ഇവർ കടന്നു പോയിട്ടുള്ളത്. 9ാമത്തെ സാധനം അത് ഈ നെപ്പോളിയൻ മൂന്നാമൻ്റെ ഭാര്യയുടെ കിരീടമായിരുന്നു. ഈ കിരീടം ഇവർക്ക് എടുക്കാൻ സാധിച്ചിട്ടില്ല. ഈ കിരീടത്തിന് മാത്രം 10 മില്യൺ യൂറോയിലധികം വിലയുള്ള ഒരു കിരീടമാണ്. അതുപോലെ തന്നെ ഏറ്റവും വിചിത്രമായിട്ടുള്ള ഒരു കാര്യം, ഇവർ ഈ മോഷണം നടത്തിയ അതേ ഹാളിൽ തന്നെ ഇതിനേക്കാൾ വിലപിടിപ്പുള്ള പല വസ്തുക്കളും ഉണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് റീജൻ വജ്രം, അത് ഇതേ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ സാധനങ്ങളൊന്നും എടുക്കാതെ ഇവർ ഉദ്ദേശിച്ച, അതായത് നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്തത് പ്രകാരം ഇവർ ഉദ്ദേശിച്ചിരുന്ന 8 സാധനങ്ങൾ മാത്രം എടുത്തുകൊണ്ടാണ് പോയത്. അതുപോലെ തന്നെ ഇതിൽ ശക്തമായിട്ടുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നുള്ളതും പരിശോധിക്കേണ്ടതുണ്ട്. കാര്യം ഈ കെട്ടിടത്തിൻ്റെ മുക്കും മൂലയും നേരത്തെ അറിയാം എന്നുള്ള രീതിയിലാണ് വന്ന് ഈ സാധനങ്ങൾ മാത്രം എടുത്ത് വെറും 4 മിനിറ്റിനുള്ളിൽ മോഷണം മുഴുവൻ പുറത്താക്കി 7 മിനിറ്റ് കൊണ്ട് ഈ കെട്ടിടത്തിന് അകത്ത് നിന്ന് പുറത്തേക്ക് മോട്ടോർ ബൈക്കുകളിൽ രക്ഷപ്പെട്ടത്. അപ്പോൾ ഈ ഒരു സംഭവം തീർച്ചയായിട്ടും അവിടെ സുരക്ഷാ ജീവനക്കാർക്കുൾപ്പെടെ വലിയൊരു നാണക്കേടുണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ഇവർ നിരായുധരായിട്ടാണ് ആ കെട്ടിടത്തിനകത്ത് പ്രവേശിച്ചത് എന്നുള്ളതും ഒരു വിചിത്രമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഭവ്യ, ശരി. അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ നൽകിയത്.